ഹായ് ഓൾ, ടെക് PSCയുടെ ഓൺലൈൻ ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ്സ്, സ്ട്രെയിന്, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്നിവയെ പറ്റി. അപ്പം നമുക്ക് ആദ്യം സ്ട്രെസ് എന്താണെന്ന് പഠിക്കണം. സ്ട്രെസ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് ഡീഫോമബിൾ ബോഡി എന്നുള്ള കാര്യം അറിയണം. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് ഡീഫോമബിൾ ബോഡീസിനെ പറ്റിയായിരിക്കും. എന്താ ഡീഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ? ഡീഫോമബിൾ ബോഡി മീൻസ് എ ബോഡി സബ്ജക്റ്റഡ് ടു സം ഡീഫോർമേഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ദി എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ്. അതിനാണ് നമ്മൾ ഡീഫോമബിൾ ബോഡി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എവറി സിസ്റ്റം, ഓൾ സിസ്റ്റംസ് വിൽ ട്രൈ ടു റിമെയിൻ ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ശരിയല്ലേ? ഇപ്പം ഞാൻ പറയാം, ഞാനൊരു ഡീഫോമബിൾ ബോഡി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ഞാനിവിടെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഈ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം സിസ്റ്റത്തിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സ്ട്രെസ് ഡെവലപ്പ് ചെയ്യത്തില്ല. ഇതിനകത്ത് എന്ത് കാണും? എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡുകൾ കാണും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പോയിന്റ് ലോഡ് P1, P2 എന്ന് പറയുന്ന പോയിന്റ് ലോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ സർഫസ് ലോഡുകൾ വരാം. സർഫസ് ലോഡുകൾ മീൻസ് UDL ഓർ UVL ഒക്കെ മെക്കാനിക്സിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും ലോഡുകൾ ഈ സിസ്റ്റത്തിൽ ആക്റ്റീവ് ആണെങ്കിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? ബോഡിയിൽ റെസിസ്റ്റൻസ് ഡെവലപ്പ്. അതാണ് ന്യൂട്ടൺസ് ലോ പറയുന്നത്. എന്താ? എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം ഈ ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ ബോഡിക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അറ്റ് എ പെർട്ടിക്കുലർ സെക്ഷൻ ഇവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്തു. XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ബോഡി 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടി. സോ ഇങ്ങനെ ബോഡീനെ ഒരു ഇമാജിനറി പ്ലെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഈ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നത് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ബോഡി ഇപ്പോൾ അതിലെ ഒരു പാർട്ട് മാത്രം ഞാൻ കൺസിഡർ ചെയ്ത് ഈ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ there is a point load P1 and here there is a സർഫസ് ലോഡ്. സോ ഇത് നമ്മളുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത് അതിൻ്റെ എന്താണ്? ദിസ് ഈസ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ. ഇത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പം ഈ ക്രോസ് സെക്ഷനിലെ ഓരോ പോയിന്റും എന്ത് ചെയ്യണം? ഈ എക്സ്റ്റേണലി ലോഡിനെ റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലെയും റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പാടാം. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് വാല്യൂ എടുക്കണേ. ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ എഫ് ആണ് ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എങ്കിൽ stress can be defined as the average resistive force per unit cross section. Let it be area, അതിൻ്റെ cross sectional area, let it be cross sectional area be A, and delta F means or simply നമുക്ക് ഡെൽറ്റ എഫ് എന്ന് എഴുതുന്നതിന് പകരം ഞാനിപ്പോൾ R എന്ന് എഴുതി. റെസിസ്റ്റീവ് ഫോഴ്സ് R ഓർക്കാൻ എളുപ്പമുണ്ട്. റെസിസ്റ്റീവ് ഫോഴ്സ് R/A. സോ by definition stress can be defined as the resistive force developed per unit cross sectional area. ഇതൊക്കെ കുറച്ചും കൂടെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയും ഡീറ്റെയിൽസിലേക്ക് ഒരുപാട് ഇൻഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് സ്ട്രെസ്സിൻ്റെ ഡെഫിനേഷൻ അറിയണം. സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ദെൻ റെസിസ്റ്റീവ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണം. ഞാൻ പറഞ്ഞു റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് പല കേസിൽ നമ്മൾ R/A എന്ന് എഴുതുന്നതിന് പകരം സിമ്പിളായിട്ട് ലോഡ് ബൈ ഏരിയ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ലോഡും റെസിസ്റ്റീവ് ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നതിന് പകരം ലോഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പോൾ ഓപ്ഷനിൽ സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കി വേണം ആൻസർ ചെയ്യാൻ. ഇപ്പോഴും ശ്രദ്ധിക്കുക, റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂട്ടൺസ് ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ന്യൂട്ടൺസ് N ആൻഡ് ഏരിയയുടെ യൂണിറ്റ് ഇറ്റ് ഈസ് SI യൂണിറ്റ് നമ്മൾ മീറ്റർ സ്ക്വയർ ആണ്. സോ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും യൂണിറ്റ് വരുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഒരു
Pascal എന്ന് പറഞ്ഞാൽ 1 Pascal means 1 Newton per meter square, and similarly 1 megapascal. 1 megapascal means, mega means 10 raised to 6. So 10 raised to 6 Newton per meter square. So which is nothing but 1 Newton per mm square. കാര്യം ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 mm ആണ്. സോ 1000 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 raised to 6 വരും. 10 raised to 6 into 10 raised to 6 ക്യാൻസൽ ആയി പോകും. 10 raised to 6 by 10 raised to 6 ക്യാൻസൽ ആയി പോകും. സോ Newton per mm square, that becomes megapascal. Similarly 1 gigapascal. 1 gigapascal is 10 raised to 9 Newton per meter square, and it is nothing but 10 raised to 3 Newton per mm square, or 10 raised to 3 megapascal. അതാണ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്. ഇനി നമുക്കതിൻ്റെ ഡയമെൻഷൻ അറിയണം. ഡയമെൻഷൻ അറിയണമെങ്കിൽ ആലോചിച്ച് നോക്കിയത്, ഡയമെൻഷൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഫിസിക്കൽ എം എ നമ്മൾ എടുക്കും. സോ മാസിൻ്റെ എന്താണ് വരുന്നത് എം, ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എൽ ടി റേസ് ടു -2. സോ ദിസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ഈസ് എൽ സ്ക്വയർ. സോ ഡയമെൻഷൻ വിൽ ബി എം എൽ റേസ് ടു -1 t raised to -4. This is the dimension of stress. ഇനി നമ്മൾ സ്ട്രെസ്സിൻ്റെ ടൈപ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രെസ് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ജനറൽ ബോഡി വെച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യുക, ഒരു ബാർ കൺസിഡർ ചെയ്യുന്നു. സോ ഈ ബാർ ഒരു റെക്റ്റാങ്കുലർ ബാർ കൺസിഡർ ചെയ്യുന്നു. ഈ ബാറിൽ ഞാനൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. സോ നമുക്കറിയാം ഇത് അതിൻ്റെ എന്താണ്, ക്രോസ് സെക്ഷൽ ഏരിയ ആണ്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷൽ ഏരിയക്ക് എന്താണ്, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ബാറിൻ്റെ ആക്സിയൽ ഡയറക്ഷനിലാണ് ആര് ആക്ട് ചെയ്യുന്നത്, എഫ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഫോഴ്സ് ഈസ് എ നോർമൽ ഫോഴ്സ്. ഇതൊരു നോർമൽ ഫോഴ്സ് ആണ്. ഏത് സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഇതൊരു നോർമൽ ഫോഴ്സ് ആണ്. സോ ഈ നോർമൽ ഫോഴ്സ് കാരണം ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം നോർമൽ ഫോഴ്സും റിയാക്ഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എഴുതാം നോർമൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അതും നമ്മളുടെ എന്ത് തന്നെ സ്ട്രെസ് സിഗ്മ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്മ വെച്ചിട്ടായിരിക്കും. ഞാനിവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഇടുന്നത്. എന്തിനായിരിക്കും പ്ലസ് ഓർ മൈനസ് ഇടുന്നത്? ഇപ്പോൾ ഈ കേസിൽ ഞാൻ വരച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നത് കാരണം ബാറിന് ഇലോങ്ങേഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ്. സോ നോർമൽ സ്ട്രെസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോർമൽ സ്ട്രെസ് ആണ്. നോർമൽ സ്ട്രെസ് അഗെയിൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 categories. വൺ ഈസ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് വൺ ഈസ് കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഷോർട്ടനിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് യൂഷ്വൽ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനിയും ചില കേസിൽ ഇപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്തായിരുന്നു, എൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിരുന്നു, റൈറ്റ്. ഇനി ഞാൻ പറയാം ഒരു പെർട്ടിക്കുലർ കേസ്, ഇപ്പോൾ ഞാനൊരു ബാർ ഇതേപോലെ തന്നെ ഒരു ബാർ കൺസിഡർ ചെയ്തു, അതിൻ്റെ 1 end ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ബാർ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഈ ക്രോസ് സെക്ഷൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുവാണെങ്കിൽ സൈഡ് വ്യൂവിൽ എനിക്കെങ്ങനെ വരയ്ക്കാം, സൈഡ് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ നോക്കിയതാ ഇതിൻ്റെ ഈ ഒരു വ്യൂ ആണ് ഞാൻ വരയ്ക്കുന്നത്. ആ ഒരു വ്യൂ വരയ്ക്കുകയാണെങ്കിൽ നോക്കി ഇതിൻ്റെ 1 end ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ എനിക്കിതാ അതിൻ്റെ അപ്പർ സൈഡിൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ്, സർഫസിന് പാരലായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നു. സോ ഡ്യൂ ടു ദിസ് ഫോഴ്സ് ദ ബാർ വിൽ ബോട്ടം എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇവൻ എന്ത് ചെയ്യും, സൈഡിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യും. സോ നമുക്കിവിടെ പ്രൊഡ്യൂസ് നോക്കി ഇങ്ങനെ ഇരുന്ന സൈഡ്, ഇപ്പോൾ ഇത് എ ബി എന്ന് പറയുന്ന സൈഡായിരുന്നെങ്കിൽ നൗ ദ സൈഡ് എ ബി ഈസ് ടിൽറ്റഡ് ടു എ ബി ഡാഷ്. സോ ഇവിടെ ഒരു ആംഗുലാർ ഡിഫോർമേഷനാണ് നമുക്ക് പ്രൊഡ്യൂസ്, ഒരു ആംഗിൾ ഷിഫ്റ്റ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് അതിനെ നമ്മൾ പറയുന്നവരാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. സോ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഷിയർ സ്ട്രെസ് എന്ന്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോ വെച്ചിട്ട്, ടോ അതും എന്ത് തന്നെ ആയിരുന്നു, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഏരിയ. അത് ആക്ട് ചെയ്യുന്ന ഏരിയ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ. അപ്പം സ്ട്രെസ് മെയിനായിട്ടും 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്. നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും വരുന്നുണ്ട്. നോർമൽ സ്ട്രെസ് തന്നെ ടെൻസൈലും ഉണ്ട്, അതുപോലെ തന്നെ കംപ്രസീവും ഉണ്ട്, ദെൻ ടാൻജൻഷ്യൽ സ്ട്രെസ്സും ഉണ്ട്. ക്ലിയർ?
ഇനി അപ്പോൾ നമുക്കറിയാം ഈ ലോഡെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ സിസ്റ്റത്തിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഡീഫോർമേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഡീഫോർമേഷൻ ഡെവലപ്പ് ചെയ്തു, ആ ഡീഫോർമേഷനെ നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്ട്രെസ് എന്ന് പറയുന്ന പാരാമീറ്റർ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ദ ടേം സ്ട്രെയിൻ മെഷേഴ്സ് ഓർ റെപ്രസെൻറ്റ്സ് ദ ഡീഫോർമേഷൻ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി മെറ്റീരിയൽ. അപ്പം സ്ട്രെയിൻ നമുക്ക് ഈ എഗെയിൻ നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെയിനും അപ്പോൾ 2 കാറ്റഗറി വരാം. ഒന്ന് നോർമൽ സ്ട്രെയിൻ വരാം, അതിനെ നമ്മൾ എപ്സിലോൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. രണ്ടാമത്തത് ഷിയർ സ്ട്രെയിൻ വരാം, അതിനെ നമ്മൾ ഗാമ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബാറിനെ ഞാൻ ഇപ്പോൾ ഈ ബാറിൻ്റെ ലെങ്ത്, ഇനിഷ്യൽ ലെങ്ത് എല്ലാമായിരുന്നു വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ഞാനൊരു ടെൻസൈലോട് അപ്ലൈ ചെയ്തു, അതിനൊരു ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് ഡെൽറ്റയിൽ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിനെ പറയുന്നവരാണ് എന്ത്? നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നോർമൽ സ്ട്രെയിൻ അപ്പോൾ എന്ത് വരാം? ടെൻസൈൽ സ്ട്രെയിനും വരാം, കംപ്രസീവ് സ്ട്രെയിനും വരാം. അപ്പോൾ സ്ട്രെയിൻ കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സ്ട്രെയിനിൻ്റെ ഡെഫിനിഷൻ. അതിൽ നോർമൽ സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ആംഗുലാർ ഡീഫോർമേഷൻ. അപ്പം ഷിയർ സ്ട്രെയിൻ റെപ്രസെൻറ്റ്സ് ദി ആംഗുലാർ ഡീഫോർമേഷൻ. ഒരു ആംഗുലാർ ഡീഫോർമേഷനെയാണ് ആര് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഷിയർ സ്ട്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സ്ട്രെയിനിൻ്റെ കാര്യം ഡയമെൻഷൻ ബൈ ഡയമെൻഷൻ ഓർ ലെങ്ത് ബൈ ലെങ്ത്. നമുക്ക് എന്തില്ല? യൂണിറ്റില്ല. അപ്പോൾ ഇപ്പോഴും ആലോചിക്കുക, സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, സ്ട്രെയിൻ എന്നത് പറയും. ഇനി ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഹൂക്സ് ലോ പറയുന്നത് എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള, ഞാൻ ഒരു റീക്യാപ്പ് പോലെ ഓടിച്ച് പറയുക. Hooke's law states that within the elastic limit, stress is directly proportional to strain. ഈ റിലേഷനെയാണ് നമ്മൾ പറയുന്നത് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നോർമൽ സ്ട്രെസ് ഈസ് കണക്റ്റഡ് ടു നോർമൽ സ്ട്രെയിൻ. സിമിലർലി ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ ആൻഡ് ടോ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഒന്ന്, ഇവിടെ ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. ഇ എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ് or elastic modulus. Young's modulus or elastic modulus, whereas G is known as the rigidity modulus. So rigidity modulus means shear stress by shear strain, and Young's modulus means normal stress by normal strain. അപ്പോൾ ഇപ്പോഴും സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ചില മെറ്റീരിയൽ കോൺസ്റ്റൻസിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതിൽ നമുക്ക് 2 മെറ്റീരിയൽ കോൺസ്റ്റന്റ് നമ്മളിപ്പോൾ പറഞ്ഞു. യങ്സ് മോഡുലസും പറഞ്ഞു, അതുപോലെ തന്നെ റിജിഡിറ്റി മോഡുലസും പറഞ്ഞു. ക്ലിയർ ഓക്കെ. ദെൻ ഇത് കൂടാതെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് കൊണ്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നവരാണ് ബൾക്ക് മോഡുലസ്. ഇതിപ്പം ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ അതിനെ പറയുന്നവരാണ് ബൾക്ക് മോഡുലസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. So bulk modulus K is named as direct stress divided by volumetric strain. by volumetric strain. ഇതിനെ പറയുന്നവരാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയും. ഓക്കെ. ദെൻ ഇനി സ്ട്രെയിനിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുവാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബാറിനെ ഞാൻ എന്ത് ചെയ്തു? ഇലോങ്ങേറ്റ് ചെയ്തു. So this rectangular bar is got elongated due to some force F. നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? ഒബ്വിയസ്ലി കൂടും. നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കുലർ. അപ്പോൾ ഇത് അതിൻ്റെ ബ്രെഡ്ത്തും ഇത് അതിൻ്റെ എന്തുമാണ്? ഹൈറ്റുമാണ് അല്ലേ? അപ്പം ഞാൻ ഇവനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ഇവൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ
അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ നോക്കി, ബി എന്ന് പറയുന്നത് എൻ്റെ ഇസഡ് ആക്സിസ് ആയിരിക്കും, എച്ച് എന്ന് പറയുന്നത് എൻ്റെ വൈ ആക്സിസ് ആയിരിക്കും, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. സോ ബിയും എച്ചും എല്ല് ഇവിടെ കൂടുവാണെങ്കിൽ ബിയും എച്ചും എന്ത് ചെയ്യേണ്ടി വരും? കാര്യം നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എന്താ? എൽ ബി എച്ച് ആ വോളിയം. അപ്പം വോളിയം ഒരിക്കലും മാറുന്നില്ല, കാര്യം നമ്മൾ ഇതിൽ നിന്ന് മെറ്റീരിയൽ ഒന്നും റിമൂവ് ചെയ്തില്ല. സോ വോളിയം ഈസ് നോട്ട് ചേഞ്ചിങ്. സോ ഫൈനൽ വോളിയം എന്ത് തന്നെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. സോ ലെങ്ത് കൂടുകയാണെങ്കിൽ ഒബ്വിയസ്ലി അപ്പം ബ്രെഡ്ത്തും ഹൈറ്റും എന്ത് ചെയ്യണം? കുറയണം. ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് കുറയേണ്ടി വരും. ക്ലിയർ? സോ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്ട്രെയിൻ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്ന ഒരു സ്ട്രെയിനും ഉണ്ട്. ലാറ്ററൽ ഡയറക്ഷനിൽ നോക്കി ബ്രെഡ്ത്തും ഹൈറ്റും, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ബിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ട്, എച്ചിനും ചെയ്യും. അപ്പം നമുക്ക് വേറെ രണ്ട് സ്ട്രെയിൻ വരാം. ഡെൽറ്റ ബി ബൈ ബിയും വരാം, അതുപോലെ ഡെൽറ്റ എച്ച് ബൈ എച്ചും വരാം. ഇത് രണ്ടും ഉണ്ടായത് ലാറ്ററൽ ഡയറക്ഷനിലും ഇതുണ്ടായത് ഏത് ഡയറക്ഷനിലാണ്? ലോഞ്ചിറ്റ്യൂഡൽ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ. സോ ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ടേംഡ് ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ strain or linear strain. Longitudinal or linear strain. Whereas the strain produced along the lateral dimensions of the applied force, that strain is termed as lateral strain. Lateral strain. ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചാൽ ഈ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഇൻ സെൻസാ. ഇവൻ കൂടുകയാണെങ്കിൽ ഇവൻ കുറയുമായിരിക്കും, ഇവൻ കുറയുകയാണെങ്കിൽ ഇവൻ കൂടുക. ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് സെൻസ്. ശരിയല്ലേ? അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെയും ലാറ്ററൽ സ്ട്രെയിനെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോന് പല ടെക്സ്റ്റ് ബുക്കിലും പല നൊട്ടേഷനാണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ മ്യൂ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ ന്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ 1/m എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സോ Poisson's ratio is nothing but, so mu is nothing but, mu represent mu is nothing but the ratio of lateral strain to longitudinal strain. Lateral strain by longitudinal strain. പക്ഷെ നമുക്കറിയാം ലാറ്ററൽ പോസിറ്റീവ് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ നെഗറ്റീവ്, അപ്പോൾ രണ്ടും നെഗറ്റീവ് ആയ. പക്ഷേ പോയ്സോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഇൻ സെൻസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോനെയാണ് നമ്മളെന്ന് പറയുന്നത് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ട കാര്യം, എപ്പോഴും പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. 1-നേക്കാളിലും താഴെയാണ് പോയ്സോൺ. ഒരിക്കലും 1-നേക്കാളിലും ഹയർ വാല്യൂ വരാറില്ല. നോർമലി ഇതിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതെന്ന് പറയുന്നത് 0 to 0.5 റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? പോയ്സോൺസ് റേഷ്യോ വേരിയേഷൻ വരുന്നത്. എപ്പോഴും അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ പോയ്സോൺസ് റേഷ്യോ ഫോർ റബ്ബർ ഓർ ക്ലേ? റബ്ബർ അല്ലെങ്കിൽ ക്ലേ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. റബ്ബർ അല്ലെങ്കിൽ ക്ലേ, ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി 0.5 ആയിരിക്കും. ഇവരെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടായിരിക്കും, റബ്ബർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ദെൻ കോർക്ക് എന്ന് പറയുന്ന മെറ്റീരിയലുണ്ട്, അതിൻ്റെ പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് വിൽ ബി 0. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ സ്ട്രെസ് എന്ന് പറഞ്ഞു, സ്ട്രെയിൻ എന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് സ്ട്രെസ്, ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പറഞ്ഞു, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ഹുക്സ് ലോ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് മൂന്നും പറഞ്ഞു, പോയ്സോൺസ് റേഷ്യോയും പറഞ്ഞു. ഇനി ഈ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എല്ലാം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് റിലേഷൻഷിപ്പ് എന്നായിരിക്കും പറയുന്നത്. റിലേഷൻഷിപ്പ് അറിയണം. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, യങ്സ് മോഡുലസ്. ഈ നമുക്ക് 3 എണ്ണമല്ല, യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. നൗ വി സ്റ്റഡീഡ് അബൌട്ട് പോയ്സോൺസ് റേഷ്യോ, മ്യൂ. സോ ദ റിലേഷൻഷിപ്സ് ആർ, ഒരു റിലേഷൻ ഞാൻ പറയുന്നത് E ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 + മ്യൂ. സോ ഹിയർ ഈ റിലേഷൻ ആരൊക്കെ തമ്മിലുള്ളതാ? E, G ആൻഡ് മ്യൂ. നോ സിമിലർലി വി ക്യാൻ റൈറ്റ് E ഈസ് ഈക്വൽ ടു 3k into 1 minus 2 mu. So here it will be E, K and mu. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കെ ജി മ്യൂനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം. മൂന്നാമത്തെ റിലേഷൻ വേണമെങ്കിൽ എഴുതാം. മ്യൂ ഈസ് ഈക്വൽ ടു 3k
മൈനസ് 2g ഡിവൈഡഡ് ബൈ 6k പ്ലസ് 2g. ഇതിൻ്റെയൊക്കെ ഡെറിവേഷനൊക്കെ ഉണ്ട്. നമുക്കിപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിന് ജസ്റ്റ് റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇതിപ്പം കെ ജി മ്യൂ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കെ ജി കെയും ജിയും ഇയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. സോ ആ റിലേഷൻ ഞാൻ എഴുതുവാണെങ്കിൽ എനിക്ക് എഴുതാം ഇ ഈസ് ഈക്വൽ ടു 9kg ഡിവൈഡഡ് ബൈ 3k പ്ലസ് ജി. അങ്ങനെ ഈ നാലാമത്തെ റിലേഷൻ ഇത് ഇ കെ ജി തമ്മിലുള്ള റിലേഷൻ. ഈ 3 റിലേഷനും ഓർത്ത് വെച്ചേക്കുക. ഇത് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ. സോ അടുത്ത ലെക്ചറിൽ നമ്മൾ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, എങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരുന്നത്, അതിലെ ഓരോ സാലിയൻ പോയിന്റ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ലെക്ചർ